ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പടയാളികൾ യുദ്ധം ചെയ്യാൻ പിന്നോട്ടും ആഹാരം കഴിക്കാൻ മുന്നോട്ടുമായിരുന്നു. ജയനും കൊച്ചമണി അമ്മയും കൂടി ഈ ക്യാമ്പ് ഫെയറിന്റെ അടുത്ത ഭാഗമായി ഒരു ഫോക്ക് സോങ് സ്റ്റാർട്ട് ചെയ്യുന്നു. ആ സമയത്ത് ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം. എന്നിട്ട് ഡിന്നർ. ഒരു പ്രണയ സാഫല്യം. ഇതാണോ എന്റെ അമ്മയുടെ കൈയക്ഷരം? ഒരു മയക്കവും ക്ഷീണവും മറ്റും തോന്നിയപ്പോ ഞാനും ഏട്ടനും കൂടി ഹോസ്പിറ്റലിൽ പോയി പരിശോധന നടത്തി. അതെ, ഞങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു. പത്മയ്ക്കെല്ലാം ഡയറിയിൽ കുറിക്കുന്നൊരു ശീലമുണ്ട്. ഇന്ന് ആദ്യമായി എനിക്ക് പത്മയുടെ ഡയറിയിൽ എഴുതാൻ തോന്നി. ഞങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന മകളെ കുറിച്ച്. എന്നെ കുറിച്ച് എന്റെ അച്ഛൻ എഴുതുന്നു. ജനിക്കാൻ പോകുന്ന കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്നറിയാതെ അച്ഛൻ എന്താ എഴുതാൻ പോകുന്നത്? വായിക്കാം. എന്നിട്ട് എന്താ ഈ എഴുതിയിരിക്കുന്നത്? നീ വായിച്ചില്ലേ? ഏട്ടൻ തന്നെ വായിക്കും. ശരി. മനോഹരമായ നമ്മുടെ പ്രണയത്തിന്റെ സാക്ഷാത്കാരമായി മനോഹരിയായ ഒരു കുഞ്ഞു വേണം. അയ്യടാ, അതെന്താ ഒരു ഹയ്യടാ? എന്റെ ആവശ്യം ന്യായമല്ലേ? ആവശ്യം ന്യായം തന്നെയാ. പക്ഷെ നമുക്ക് ജനിക്കാൻ പോകുന്നത് പെൺകുട്ടിയാണെന്ന് ആര് പറഞ്ഞു? എന്റെ ദൈവം എന്നോട് വന്ന് പറഞ്ഞു, പ്രതാപ, നിനക്കൊരു പെൺകുട്ടിയെ ഞാൻ തരാൻ പോകുന്നു, നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന്. അത് കൊള്ളാലോ. അപ്പോ ഞാൻ ദൈവത്തിന്റെ മുമ്പിൽ ചില ഡിമാൻഡുകളൊക്കെ വെച്ചു. എന്ത് ഡിമാൻഡുകള്? എന്റെ പത്മയെ പോലെ അതിസുന്ദരിയായ, അവളുടെ അതിമനോഹരമായ ചിരിയുള്ള ഒരു കൊച്ചു രാജകുമാരി ആയിരിക്കണം എന്റെ മകൾ. അവൾ ഒരു ചെമ്പകപ്പൂ പോലെ ഇരിക്കണം. അവൾക്ക് ഞാനിടാൻ മനസ്സിൽ കുറിച്ചു വച്ചിരിക്കുന്ന പേരെന്താണെന്ന് അറിയാമോ? ഞാൻ എങ്ങനെ അറിയാനാ? ഋതിക. ഋതിക? അവളെ ഞാൻ എന്റെ ജീവനെ പോലെ സ്നേഹിക്കും. അപ്പൊ ഞാൻ പ്രസവിക്കുന്ന മോളുടെ കാര്യത്തില് എനിക്കൊരു റോളും ഇല്ലേ? വേണ്ട, മോള് തൽക്കാലം ഈ അച്ഛൻ്റെത് മാത്രമായിരിക്കട്ടെ. അപ്പോ ഒരു മകള് വേണമെന്ന് ആഗ്രഹിച്ചിരുന്നതും ജനിച്ചതിന് ശേഷം എന്നെ ഏറെ സ്നേഹിച്ചിരുന്നതും എന്റെ അച്ഛൻ തന്നെയായിരുന്നു. എന്റെ അച്ഛൻ, എന്റെ പൊന്നാരച്ഛൻ. ഇന്ന് ചെക്കപ്പ് ദിവസം ഏട്ടൻ തിരക്കിലായതുകൊണ്ട് ജഗന്നാഥേട്ടന്റെ കൂടെ ഹോസ്പിറ്റലിൽ പോവാൻ പറഞ്ഞു. പ്രതാപേട്ടനില്ലാതെ ഞാൻ ചെക്കപ്പിന് പോകുന്നു. എന്റെ ആദ്യത്തെ ചെക്കപ്പ്.
നമുക്ക് ഡിന്നറിനുള്ള സമയമായി. ഇതൊക്കെയാ നല്ല കാര്യങ്ങള്. പടയ്ക്ക് പിമ്പേ പന്തിക്ക് മുമ്പേ എന്നാണ് പഴംപുരാണം. എന്നുവെച്ചാ അത് പണ്ട് രാജഭരണകാലത്തെ കാര്യോ. പടയാളികൾ യുദ്ധം ചെയ്യാൻ പിന്നോട്ടും ആഹാരം കഴിക്കാൻ മുന്നോട്ടുമായിരുന്നു. ജയനും കൊച്ചമണി അമ്മയും കൂടി ഈ ക്യാമ്പ് ഫെയറിന്റെ അടുത്ത ഭാഗമായി ഒരു ഫോക്ക് സോങ് സ്റ്റാർട്ട് ചെയ്യുന്നു. ആ സമയത്ത് ഞാൻ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. എന്നിട്ട് ഡിന്നർ. ആ, എന്നാ തുടങ്ങട്ടെ.